ന്യൂസ് ടെൻസിന്റെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ കൊച്ചിയിലെ വെള്ളക്കെട്ട് അതൊരു ഗുരുതര പ്രശ്നമാണ്. പക്ഷേ ആ ഗുരുതര പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് എല്ലാവരും. അത് രാഷ്ട്രീയവൽക്കരിക്കുന്ന രീതി തന്നെ രസകരമാണ്. ഈ വെള്ളക്കെട്ടിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി UDFന്റെ ജനപ്രതിനിധികൾ രംഗത്തെത്തി. ആസൂത്രിതമില്ലായ്മയാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് അവർ പറയുന്നു. വെള്ളക്കെട്ട് പരിഹരിക്കാൻ വേണ്ട പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കിയില്ല എന്ന് മന്ത്രി P. രാജീവിന് ഇക്കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നും ഇവർ പറയുന്നു. ഇതിന് ഒരു ദീർഘവീക്ഷണത്തോടുകൂടി നേരിടേണ്ട ഒരു വിഷയമാണ്. കൊച്ചിയിലെ വെള്ളക്കെട്ട് ഒരു പുതിയ കാര്യമല്ലെങ്കിൽ പോലും സമീപ പ്രദേശങ്ങളിലേക്ക് കൂടി ഇത് വ്യാപിക്കുന്നതോടുകൂടി ഇതിന്റെ വലിയ വ്യാപ്തി ഈ വിഷയത്തിന് കൈവന്നിരിക്കുകയാണ്. കൊച്ചി സ്മാർട്ട് സിറ്റി മിഷൻ ലിമിറ്റഡ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ സ്മാർട്ട് സിറ്റിയിൽ നിന്ന് പല ഘട്ടങ്ങളിലായി നഗരസഭയ്ക്ക് വെള്ളക്കെട്ട് പരിഹരിക്കാൻ വേണ്ടി പണം നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്ന സർക്കാരിന്റെ പരിപാടി ഒരിടത്തും എത്താതെ നിൽക്കുകയാണ്. അപ്പോൾ പണം 10 കോടി 20 കോടിയായി കൊടുക്കുന്നതിന് പകരം കൊച്ചി നഗരസഭയും സമീപ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ചേർത്ത് ഇവിടുത്തെ കനാൽ റീജനുവിനേഷൻ 6 കനാലുകൾ റീജനുവിനേറ്റ് ചെയ്യുന്നൊരു പദ്ധതി കൊച്ചി മെട്രോ റെയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് വേണ്ടുന്ന സാമ്പത്തിക സഹായം ഗവൺമെന്റ് നൽകിയിട്ടില്ല. ഇത് നൽകാതെ ശാശ്വതമായ ഒരു പരിഹാരവും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് കനാലുകൾ പുനഃസ്ഥാപിച്ച് ശാസ്ത്രീയമായി ഇത് പഠിച്ചു മുന്നോട്ട് പോകാൻ വേണ്ടി സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ പിന്തുണ ഉണ്ടാവണം. അതിന് സംസ്ഥാന സർക്കാർ ഒരു പദ്ധതി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുകയോ സ്പെഷ്യലായിട്ടുള്ള ഒരു പാക്കേജ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു നഗരത്തിന് അതിന് പര്യാപ്തമായ യാതൊരു കാര്യവും നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. നഗരസഭ ഇപ്പോൾ സ്മാർട്ട് സിറ്റിയുടെ പണം കൊണ്ട് മാത്രം ഇത് തട്ടിക്കൂട്ടി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിലേക്ക് വെള്ളം നീക്കുക എന്നുള്ളതല്ല, മറിച്ച് എറണാകുളത്തിന്റെ സമഗ്രമായ വാട്ടർ ലോഗിംഗ് സിസ്റ്റം എങ്ങനെ മാറ്റാൻ സാധിക്കുമെന്നുള്ള ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകണം. അതിന് MP എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണ രാഷ്ട്രീയത്തിന് അതീതമായി ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുന്നതിനുണ്ടാകും. നഗരത്തിലെ വെള്ളക്കെട്ട് മാറുന്നതിന് വേണ്ടി ഇവിടെ പല ചർച്ചകൾ നടന്നിട്ടുണ്ട്. ദീർഘകാല പദ്ധതികളുമുണ്ട്, ഹ്രസ്വകാല പദ്ധതികളുമുണ്ട്. ഹ്രസ്വകാല പദ്ധതികൾ എന്നുള്ള നിലയിൽ കനാലുകളുടെ ഡീസിൽറ്റിംഗ് ആണ് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടത്. അക്കാര്യത്തിൽ മേയർക്കും ഭരണസമിതിക്കും ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം കനാലുകളിലെ ചെളി നീക്കാതെ ഈ കനാലിലെ നീരൊഴുക്ക് സുഗമമാകില്ല. അപ്പോൾ ആ പ്രീ മൺസൂൺ വർക്കുകൾ ഈ സീസണിൽ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്നുള്ളത് മന്ത്രി തന്നെ സംഭവിച്ചിട്ടുള്ളതാണ്. അത് ഈ നഗരത്തിലെ ഗുരുതരമായ വെള്ളക്കെട്ടിലേക്ക് മാറ്റി എന്നുള്ളൊരു പരമാർത്ഥമാണ്. രണ്ടാമത്തെ വിഷയം, നമുക്കറിയാം ദീർഘകാല പദ്ധതി എന്നുള്ള നിലയിൽ ഇവിടെ 6 കനാലുകളുടെ നിർമ്മാണത്തെ സംബന്ധിച്ചൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. 1500 കോടി രൂപയുടെ പദ്ധതിയാണ്. കനാലുകളുടെ വീതി 6 മീറ്ററായി വർദ്ധിപ്പിച്ച് നീരൊഴുക്ക് സുഗമമാക്കി നീരൊഴുക്ക് സുഗമമാക്കുക എന്നുള്ളൊരു വലിയ പദ്ധതിയാണ്. ആ പദ്ധതി ആവിഷ്കരിക്കുകയും അത് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തുവെങ്കിലും നാളിതുവരെ അതിനുവേണ്ടിയുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നഗരത്തിലെ കൊച്ചി, എറണാകുളം പോലെയുള്ള പട്ടണത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് കനാൽ റീജനറേഷൻ പദ്ധതി അടിയന്തരമായി നടപ്പാക്കണമെന്നുള്ളതാണ് MLA എന്നുള്ളത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, KSRTC ബസ് സ്റ്റാൻഡ്. നമുക്കറിയാം നഗരത്തിന്റെ ഒരു മുഖമാണ് KSRTC ബസ് സ്റ്റാൻഡ്. ഒരു ദിവസം 10,000-25,000 പാസഞ്ചേഴ്സാണ് അവിടെ വന്ന് പോകുന്നത്. ആ ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി പല പ്രാവശ്യവും സംസ്ഥാന ഗവൺമെന്റിന് സമ്മർദ്ദം ചെലുത്തി. ശ്രീ IB MLA ആയിരിക്കുമ്പോഴും ഞാൻ MLA വന്ന ശേഷവും ഇതിനുള്ള നടപടി സ്വീകരിച്ചു. പക്ഷെ ഫണ്ട് കിട്ടില്ല എന്ന് വന്നതിനെ തുടർന്നാണ് സ്മാർട്ട് സിറ്റിയിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തണമെന്ന് MP എന്നുള്ള നിലയിൽ ശ്രീ IBയും ഞാനും എല്ലാം സംയുക്തമായി ആവശ്യപ്പെട്ടു. 50 കോടി രൂപ ഇതിനുവേണ്ടി മാറ്റിവെക്കണം എന്ന് പറഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ അത്രയും ഫണ്ട് തന്നില്ല എങ്കിൽ 12 കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചു. ഇതിന്റെ കഴിഞ്ഞ ജനുവരി മാസം 3 മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ MOU ഒപ്പിട്ടു. ഇതുവരെ അതിന്റെ പുറത്തൊരു കല്ലെടുത്ത് വെക്കാൻ കഴിഞ്ഞില്ല. ഫെബ്രുവരിയിൽ കല്ലിടുമെന്നാണ് മന്ത്രിയുടെ സാന്നിധ്യം പ്രഖ്യാപിച്ചത്. അപ്പോൾ വളരെ നിരുത്തരവാദപരമായ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു സഹകരണവും നഗരത്തിലെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ലഭ്യമാകുന്നില്ല എന്നതാണ് പരമാർത്ഥം. ഇതിനെല്ലാം പരിഹാരമുണ്ടാക്കാൻ ഗവൺമെന്റ് ഉണർന്നു പ്രവർത്തിക്കണം. ഈ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള നിലയിൽ രാജീവിന്റെ സജീവമായ ഇടപെടലുണ്ടാകണം. അദ്ദേഹം ഈ ജില്ലയുടെ മന്ത്രിയാണല്ലോ, അദ്ദേഹം ഇടപെടണ്ടേ? പല പ്രാവശ്യം അദ്ദേഹത്തിന് ശ്രദ്ധയപ്പെടുത്തി. KSRTC ബസ് സ്റ്റാൻഡിൽ ഒരു തീരുമാനം ഉണ്ടാകണം എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു തീരുമാനം എടുക്കാതെ ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു നിലപാടാണ്.